ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഒരു വീഡിയോ തുടങ്ങേണ്ടത്. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും. പക്ഷെ നമ്മൾ പയ്യെ 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 ടോപ്പായിരിക്കും. ഓക്കെ, ഈ വീഡിയോ എടുക്കാനൊരു കാരണം എന്ന് പറയണം, ഇന്നെനിക്ക് ഭയങ്കര ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയാണ്. ഐ മീൻ ഇങ്ങനെ ഒരു ടെൻഡൻസി. അപ്പം ഞാൻ ഓർത്തു ഇന്നൊരു ബട്ടർ കുക്കീസ് ഉണ്ടാക്കാമെന്ന്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം റവയിൽ പോയപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചതാണ്. ഇത് ഇങ്ങനെ ബുട്ടർ സ്പ്രിറ്റ്സ് കേക്ക് എന്നാണ് പറയുന്നത്. ബേക്ക് ചെയ്ത എല്ലാ സാധനങ്ങളും ബേക്ക് മിക്സ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. ബട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ബട്ടർ പിന്നെ എഗ്ഗ് ഒക്കെ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഓവനിൽ വെച്ച് നമ്മൾ കറക്റ്റ് ഇതൊക്കെ വെച്ചില്ലെങ്കിൽ കരിഞ്ഞൊക്കെ പോകും. അപ്പം നമ്മളതൊക്കെ നോക്കി വേണം വെക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, തുടങ്ങാം. കിച്ചണൊന്നും അത്ര വൃത്തിക്കല്ല, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറയാം. അപ്പം നമ്മൾ പാത്രം എടുത്തു, ബട്ടർ ഇടണം. ബട്ടർ വെക്കുന്ന ഈ പാത്രം ചെടി എന്ന് പറയുന്ന ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനെത്ര €1 സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഇങ്ങനെ നമുക്ക് പാക്കറ്റിലൊക്കെ ആയിട്ട് ബട്ടർ വരുന്നെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിങ്ങനെ അടച്ച് വെക്കാം. ഭയങ്കര യൂസ്ഫുള്ളാണ് ഞാൻ നോക്കിയിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് മാക്സിമം ഒരു 500 ഗ്രാം അത്രയും ബട്ടറാണ് വേണ്ടത്. ബട്ടർ പുറത്ത് വെച്ചിട്ട് പോയതാണ്, ബട്ട് ഇത് എന്നിട്ടും കല്ല് പോലെ ഇരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഗൈസ് ഈ കറുത്തിരിക്കുന്നത് ഈ ഇവിടെ വിൻ്റർ ആകുമ്പോഴത്തേനും ഇങ്ങനെ വരുന്നൊരു ഇതാണ്. അത് ഞങ്ങൾ എപ്പോഴും ഈ അടുക്കള ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തുറന്നിടുന്നതാണ്. എന്നിട്ടും ഇത് വന്നു. ഇനി ഇത് ഞങ്ങളിവിടെ ഗ്യാസ്കാരെ വിളിച്ച് പറഞ്ഞ് അവർ വന്ന് ക്ലീൻ ചെയ്യും, എന്നാലേ പറ്റുള്ളൂ. ഇത് കാണാൻ തന്നെ ഒരു വൃത്തികേടാണ് വീഡിയോയിലും. എനിക്കറിയാം ഗൈസ്, നമുക്കിത് ശരിയാക്കണം. ഗൈസ്, അപ്പം നമ്മുടെ ബട്ടറും എഗ്ഗും കൂടെ ആയിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ബീറ്ററാണ്. നമുക്കിത് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമ്മുടെ ബാറ്റർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അല്ലാതെ ഡയറക്റ്റ് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് പ്രീഹീറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ ഷേപ്പുകളാക്കിയെടുക്കാം ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോസസ്സാണ്. ഓക്കെ ഗൈസ്, എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ള ചില ഏതാണ് അതൊക്കെ കൊടുക്കാൻ പറ്റും ഗൈസ്. ഇത് രണ്ടിൽ കൊടുക്കാൻ ഇതാണ് ഇപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത്. സെറ്റ് ചെയ്തു, ഓവനിലേക്ക് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കുന്നുണ്ടായിരുന്നു എന്തായി എന്നൊക്കെ. ഷേപ്പൊക്കെ അങ്ങനെ ഓരോരോ രീതിയിൽ ഞാൻ അങ്ങ് ആക്കി വെച്ചതാണ്. കുറച്ച് കഴിഞ്ഞ് ഞാനൊരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയെന്ന് തോന്നുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് അപ്പോഴത്തേനും അത് വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഗൈസ്, എൻ്റെ കുക്കീസ് സക്സസ് ആയെന്ന് തോന്നുന്നു. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഗൈസ്, എനിക്ക് അത് ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ച് പണിയുണ്ട്. അതായത് എനിക്ക് കഴിഞ്ഞ ആഴ്ച, അതായത് വെള്ളിയാഴ്ച എനിക്ക് മെയിൻ എക്സാം ആയിരുന്നു. മെയിൻ എക്സാം മീൻസ് സെക്കൻഡ് ഇയർ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്നും ക്ലീൻ ആക്കാനോ വേസ്റ്റ് കൊണ്ട് കളയാനോ ഒന്നിനും സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഇത് ചെയ്യണം. ഇതാണ് കേട്ടോ എൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഇപ്പോൾ തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വീട്ടിലൊരു പണി പറഞ്ഞാൽ ചെയ്തില്ലാത്ത ഞാനായിരുന്നു ഗൈസ്. ഇപ്പം കണ്ടോ നിന്ന് പണിയെടുക്കുന്നത്. അപ്പം ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇത്രയും സമ്മതം ഉണ്ടാവില്ലേ? സന്തോഷം അഭിനയിക്കുക. എൻ്റെ പൊന്നു ഗൈസ്, മടുത്തു. ഇതൊക്കെ കൊണ്ട് കളയാനുള്ളതാണ്. വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് വന്നപ്പോഴത്തേനും ഗൈസ് നമ്മുടെ കുക്കിയൊക്കെ ശരിയായെന്ന് തോന്നുന്നു. നമുക്കിനി കുക്കി നോക്കാം. ഗൈസ്, നമ്മുടെ കുക്കീസ് ഏകദേശം ആയിട്ടുണ്ട്. ഒരു കുക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ.
നല്ല ബട്ടറിൻ്റെയും ആവശ്യത്തിന് മധുരമുള്ളൂ, ഒത്തിരി മധുരമൊന്നുമില്ല, നല്ല ക്രിസ്പിയാണ്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഞാൻ ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷണങ്ങൾ നടത്തുന്ന ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിങ്ങനത്തെ സക്സസ് ആവാറുള്ളൂ. പക്ഷെ ഇത് കൊള്ളാം ഗൈസ്. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീണ്ടും ഇങ്ങനത്തെ വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അത് ഗൈസ് തൊണ്ട കുണിയതാ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് ബൈ.